2500 കോടിയുടെ വളർച്ചാ ലക്ഷ്യവുമായി BSE ലിസ്റ്റഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ജീവനക്കാരുടെ എണ്ണം നിലവിലെ 700-ൽ നിന്ന് 2000 ആയി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഗോൾഡ് ലോൺ, മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ഫിനാൻസ്, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ മേഖലകളിൽ സുതാര്യവും വിശ്വസ്തവുമായ സേവനങ്ങൾ നൽകി ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്ന സ്ഥാപനം ഉപഭോക്തൃ കേന്ദ്രീകൃത സേവനങ്ങളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ആസ്തി 64.39% വളർച്ചയോടെ മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പുതിയ നേതൃത്വത്തിന് കീഴിൽ കരുത്തുറ്റതും സുസ്ഥിരവുമായ വളർച്ചാ പദ്ധതികളാണ് കമ്പനി ആവിഷ്കരിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷങ്ങൾക്കുള്ളിൽ 2500 കോടിയുടെ ആസ്തി വിപുലീകരണ ലക്ഷ്യമാണ് കമ്പനിക്കുള്ളതെന്ന് CEO മനോജ് രവി അറിയിച്ചു. ഇതിൽ 2025-26 വർഷത്തിൽ നിന്ന് അടുത്ത 3 വർഷത്തിലേക്കുള്ള ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തിൽ 2500 കോടിയിലേക്ക് ആസ്തി വർധനവ് ഉണ്ടാകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അത് വരും വർഷങ്ങളിൽ തൊട്ടടുത്ത വർഷത്തിൽ ഇപ്പോഴുള്ള 499 കോടിയിൽ നിന്ന് 750 കോടിയിലേക്ക് ഉള്ള വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത് 3 വർഷത്തിനുള്ളിൽ 2500 കോടി രൂപയിലേക്ക് വിപുലീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ഫിനാൻസ്, ബിസിനസ് ലോൺ മേഖലകൾ കൂടാതെ വ്യാപാരികൾക്കായി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ മേഖലയിലേക്ക് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ഈടോടുകൂടിയ പുതിയ വായ്പാ പദ്ധതികൾ അവതരിപ്പിക്കാൻ കമ്പനി തയ്യാറെടുക്കുന്നു. അതിവേഗവും ലളിതവുമായ ഡിജിറ്റൽ സേവനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി നൂതനമായ മൊബൈൽ ആപ്പ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്. രാജ്യത്താകമാനം 15 സംസ്ഥാനങ്ങളിലായി വരുന്ന 3 വർഷങ്ങളിൽ 500 ശാഖകൾ എന്ന വിപുലീകരണ ലക്ഷ്യമാണ് സുപ്ര പസഫിക് ലിമിറ്റഡിനുള്ളത്. ജൂൺ മാസത്തിൽ ഗോവയിൽ 5 പുതിയ ശാഖകൾ ആരംഭിക്കും. മുംബൈയിൽ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ജൂൺ അവസാന വാരം നടക്കും. മുംബൈയിലെ അന്ധേരി കനാഗിയ വാൾ സ്ട്രീറ്റിന്റെ 11ാം നിലയിലെ A വിങ്ങിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 290 കോടി രൂപയിൽ നിന്ന് 499 കോടിയിലേക്ക് മുന്നേറിയ കമ്പനി പുതിയ സാമ്പത്തിക വർഷത്തിൽ 750 കോടി രൂപ വരെയുള്ള വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 3ാം വർഷത്തോടെ 2500 കോടി രൂപയുടെ നേട്ടത്തിലേക്ക് എത്താനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഈ സാമ്പത്തിക വർഷം കമ്പനി NCD പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.